നമസ്കാരം. കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ മലയോര മേഖലകളിൽ തയ്യാറാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ് കപ്പ ബിരിയാണി. കപ്പയും ബീഫും ചേർത്തുള്ള ഈ വിഭവം ഫുഡ് ആൻഡ് മൂവിക്കായി തയ്യാറാക്കുന്നത് ശ്രീ സിബി വേങ്ങപ്പള്ളിലാണ്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിബി. എൻ്റെ സ്വദേശം കുരാച്ചുണ്ടാണ്. കുരാച്ചിനടുത്തുള്ള കേളോത്തുവയിൽ ഞാനൊരു ചെറിയൊരു കാറ്ററിംഗ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണിയാണ്, തനി നാടൻ സ്റ്റൈലിൽ. സാധാരണ ഞങ്ങളുടെ ഈ നാടുകളിലുള്ള കല്യാണ വീടുകളിൽ തലേദിവസം ഉണ്ടാക്കുന്ന ഒരു കപ്പ ബിരിയാണിയാണിത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാ കല്യാണങ്ങൾക്കും മുസ്ലിംസിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും വൈകുന്നേരം ഒരു കപ്പ ബിരിയാണി ഇപ്പോൾ ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡായിട്ടാണ് ഇത് കാണുന്നത്. ഇതിന് വേണ്ടത് ബീഫിൻ്റെ കാളയുടെ അല്ലെങ്കിൽ പോത്തിൻ്റെയോ വാരിയിലാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിൻ്റെ റേഷ്യോ ഇങ്ങനെയാണ്: 3 കിലോ കപ്പയ്ക്ക് 1 കിലോ എല്ലെങ്കിലും വേണം, എന്നാലേ അത് റെഡിയാവുകയുള്ളൂ. അത് ഒരു 1.5 കിലോയിൽ കൂടുതൽ ആവുകയും ചെയ്യരുത്. കാരണം കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലിൻ്റെ കറിയായി മാറും. ഇറച്ചി അതുപോലെ തന്നെ എല്ല് കുറഞ്ഞും പോകരുത്, 1 കിലോയിൽ താഴെ പോവുകയും ചെയ്യരുത്. ഇതിന് വേണ്ട മറ്റ് ചേരുവകൾ: 1 വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പിന്നെ അതുപോലെ തന്നെ ഗരം മസാല വേണം, മീറ്റ് മസാല വേണം, മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, മഞ്ഞൾ വേണം. നമ്മൾ ആദ്യം എല്ല് കഴുകിയിട്ട് അതിലെ മസാലകളെല്ലാം കൂടി പുരട്ടി വെച്ച് അത് വേവിച്ചെടുക്കുക. അതിനുശേഷം കപ്പ നമ്മൾ വേവിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അത് ഊറ്റി വെച്ച് ഇത് രണ്ടും തമ്മാവിൽ മിക്സ് ചെയ്ത് വളരെ എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു പണിയാണിത്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മൾ നല്ല കുക്കറിലേക്ക് മാറ്റും, ഇല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടാൻ ഭയങ്കര താമസമായിരിക്കും. ചേരുവകൾ ചേർത്ത ബീഫ് വേഗം വെന്ത് കിട്ടുന്നതിനായി ഒരു കുക്കറിലേക്ക് മാറ്റി ആ സമയം കൊണ്ട് കപ്പ വേവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകിയെടുക്കണം. കുക്കറിൽ വേവിച്ചെടുത്ത ബീഫ് തയ്യാറാക്കാനുള്ള പരിപാടിയാണ് അടുത്തത്. കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക. മല്ലിപ്പൊടി, അത് മൂത്ത് കഴിയുമ്പോൾ വേവിച്ച് വെച്ച ബീഫ് ചേർക്കുന്നു. മീറ്റ് മസാലയാണ്.
കുരുമുളക് പൊടി, നമ്മളിത് വാങ്ങി വെക്കും സാറേ. വാങ്ങി വെച്ചു. കപ്പയിൻ്റെ മുറിയുണ്ട്. അവസാനം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ കപ്പ ബിരിയാണി റെഡി. വാവ്, സൂപ്പർ. സൂപ്പർ, നന്നായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഫുഡ് ആൻഡ് മൂവി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ അപ്പോൾ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.